ഇതുവരെ പല ഭാഗത്തുനിന്നും പല കോണുകളിൽ നിന്നും പറഞ്ഞിരുന്നത് അവിടുന്ന് ആകെ ശുചീകരണ തൊഴിലാളി പല സ്ഥലങ്ങളും മണ്ണ് മാന്തി പരിശോധിച്ചിട്ട് ആകെ 6ാമത്തെ പോയിന്റിൽ നിന്ന് കുറച്ചെന്തോ കിട്ടി, അതേമാതിരി 11ാമത്തെ പോയിന്റിൽ നിന്ന് എന്തോ കിട്ടി എന്നുള്ളതായിരുന്നു. യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ആഴത്തിൽ കുഴിച്ചിട്ടില്ല. ഈ 1 മുതൽ 5 വരെ എന്ന് പറയുന്നത് ഈ ഒരു പുഴന്റെ സൈഡാണ്. അവിടെ വെള്ളം വന്നും കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ 13ാമത്തെ പോയിന്റ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിരുന്ന പോയിന്റായ 13ലും വെള്ളം കൂടുതലുള്ളത് കാരണം പിന്നെ അത് മാത്രമല്ല ഇപ്പം മറ്റൊരു കാര്യം കൂടി അവിടെയുള്ള പരിസരവാസികൾ പറഞ്ഞിരുന്നത് ഈ ചിന്നയ്യ എന്ന് പറഞ്ഞിട്ടുള്ള ശുചീകരണ തൊഴിലാളി കുഴിച്ചിട്ടത് കണ്ട് എന്ന് പറഞ്ഞിട്ട് SITന്റെ മുന്നിൽ വന്നിരുന്നു 2 ആള്. പക്ഷെ അവരുടെ കേസ് SIT പരിഗണിക്കാത്തത് കാരണം പിന്നെ അവര് ഹൈക്കോടതിയിൽ പോയി. ഇപ്പൊ അവരെ കേസ് പരിഗണിച്ച് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടിയിട്ടുണ്ട്. ഇവര് പറയുന്ന സ്ഥലം കൂടിയും മണ്ണ് മാന്തി പരിശോധിക്കണം എന്നുള്ളത്. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് അത് പുറമെ ഓരോ ദിവസവും പല ആളുകളും അവിടെ എന്താവുകയാണ് സാക്ഷി പറയാനായിട്ട് ഇപ്പൊ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ സ്റ്റാർട്ടിങ് രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പേടിയായിരുന്നു, ഓരോ ജീവനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ. ഇപ്പൊ ആ ഒരു പേടി എല്ലാവർക്കും മാറിയിട്ടുണ്ട്, ജനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കിട്ടാത്ത കുറെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഭയത്താൽ വരാത്ത കുറെ ആളുകളും ഇപ്പൊ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോട് കൂടിയിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ദിശ മാറിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാല് പ്രണവ് മോദി തന്നെ പറഞ്ഞിട്ടുണ്ട് ആ 13 ഏക്കറയും മണ്ണ് മാന്തി പരിശോധിക്കും.